വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സുന്നി യുവജന സംഘം കലൂരിന്റെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുഖാമുഖ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഞങ്ങളെക്കാൾ ഉപരി ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്തെന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയ ഒരു മുസ്ലിം സംഘടന എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വക്താവ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വളരെ ഹീനമായ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെയും അത് അവലംബിച്ച് പ്രവർത്തിക്കുന്ന സുന്നി അണികളെയും മക്ക മുശ്രിക്കുകളെക്കാൾ നീചരാക്കി ചിത്രീകരിച്ച് വളരെ നീചമായ രീതിയിലുള്ള ഒരു വെല്ലുവിളി നടത്തിയാണ് പോയത്. ആ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്നോണം തന്നെ കലൂരിലെ എല്ലാ പ്രവർത്തകരുടെയും അനുവാദത്തോടെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കുക, ഞാൻ വന്ന് അതിൽ ചോദിക്കാമെന്ന് വരെ വളരെ വ്യക്തമായി പൊതു സ്റ്റേജിൽ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടി അറിയിച്ചിട്ടുണ്ടെന്ന് സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സമയം വളരെ ഇടുക്കത്തിലാണ്. മഗ്‌രിബിന് ശേഷം ചോദ്യോത്തര പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ഈ ശാഖയിലെ സജീവ സുന്നി പ്രവർത്തകൻ PY മുഹമ്മദ് ഹനീഫ് സാഹിബിനെ നന്ദി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫി, സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മുഖാമുഖം പരിപാടി എവിടെയുണ്ടായാലും ആ സ്റ്റേജിനെ പകുത്തേക്കൊണ്ട് എത്താറുള്ള ബഹുമാന്യനായ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ പാലായിക്കുളം, അദ്ദേഹമാണ് ദുആ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന പുനരുദ്ധി ജമാഅത്തിലെ മുദരിസ് ബഹുമാനപ്പെട്ട അയ്യൂബ് സാദി അവർക്കും ഈ മുഖാമുഖത്തെ നയിക്കുന്ന സുലൈമാൻ സഖാഫി മാളിയേക്കലിനും അലവി സഖാഫി കുളത്തൂരിനും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ദീനീ സ്നേഹികൾക്കും സ്വാഗത സംഘത്തിന്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി SYSന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ജബ്ബാർ സഖാഫി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റു നേതാക്കൾ, സഹപ്രവർത്തകർ,
വൈകിയ വേളയിൽ വാക്കുകളിൽ മാത്രം ഒതുക്കി ഉദ്ഘാടനമെന്ന ഔപചാരിക കർമ്മം നിർവഹിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇവിടെ ഇങ്ങനെ ഒരു മുഖാമുഖം സംഘടിപ്പിക്കാനുള്ള കാരണങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും സ്വാഗത പ്രഭാഷണത്തിൽ നിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. തങ്ങളിൽ നിന്ന് മഹാന്മാരായ സഹാബികളിലൂടെ, താബിഈങ്ങളിലൂടെ, പണ്ഡിതന്മാരിലൂടെ പരമ്പര മുറിയാതെ ലോകത്ത് തുടർന്നു വരികയും അള്ളാഹുവിന്റെ ഹബീബ് പ്രചരിപ്പിച്ച മതത്തിൽ നിന്ന് യാതൊരു വ്യതിയാനങ്ങളും വെട്ടിച്ചുരുക്കലും കൂട്ടിച്ചേർക്കലും കൂടാതെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന വിശ്വാസികളും. ഇവിടെ എന്നല്ല, ലോകത്ത് എല്ലാ ഭാഗത്തും ഈ വിശ്വാസം അംഗീകരിക്കുന്ന വിശ്വാസികളാണ്, മുസ്ലിമീങ്ങളാണ് 90% ഉള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹുവിന്റെ പ്രവാചകരെയും അതോടൊപ്പം തന്നെ പ്രവാചകർ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധമായ മതത്തിന്റെ പല ദർശനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുകയും അത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് പല ബിദ്അഈ ചിന്താഗതിക്കാർ രംഗത്ത് വന്ന് ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ആ വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ ഇവിടെ പരിപാടി വെക്കുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ നിശിതമായി വിമർശിക്കുകയും ഞങ്ങൾ പറയുന്നതാണ് സത്യം, അതല്ല മറ്റൊന്ന് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ മുഖാമുഖം സംഘടിപ്പിച്ചോളൂ, ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് ഇവിടെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഞങ്ങൾ ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുഖാമുഖത്തിന് വന്ന് ഞങ്ങൾ സംശയം ഉന്നയിക്കുകയും ഞങ്ങളുടെ വാദമാണ്, മുജാഹിദിന്റെ വാദമാണ്, ജമാഅത്തിന്റെ വാദമാണ് സത്യമെന്ന്, യഥാർത്ഥ ഇസ്ലാം എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ നാടിനെ, ഇവിടെയുള്ള ജനങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചവർ ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളൂ. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ ആശയം, അതാണ് യഥാർത്ഥമായ ഇസ്ലാമായി, മുസ്ലിമീങ്ങളായി 90% വിശ്വാസികളും അംഗീകരിക്കുന്നത് എന്നത് ഞാൻ വെറുതെ ഓർമ്മപ്പെടുത്തിയതല്ല. ഇപ്പോ അടുത്തു തന്നെ നടന്ന ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയെ ആർക്കും തടുത്തു നിർത്താൻ കഴിയുകയില്ല എന്ന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് കോഴിക്കോട് നടന്ന സുന്നി സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് UAE-യിലെ സുൽത്താൻ സാഹിദിന്റെ പ്രഥമ ഉപദേഷ്ടാവായ ഹാഷിമി എന്ന പ്രഗത്ഭ പണ്ഡിതനാണ്. അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇശാ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തു. ഇശാഇന്റെ ബാങ്കിന് പ്രസംഗം നിർത്തി. ബാങ്ക് ശേഷം അദ്ദേഹം ദുആ ചെയ്തപ്പോൾ അവിടെ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം ദുആ ചെയ്തത് കേൾക്കാം. അല്ലാഹുമ്മ ർസുഖ്നാ ഫിദ്ദുനിയ സിയാറതുഹു വഫിൽ ആഖിറതി ശഫാഅതുഹു. അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ സിയാറത്ത് ചെയ്യാനും പാരത്രിക ലോകത്ത് ആ പ്രവാചകന്റെ ശഫാഅത്തും ശുപാർശയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആ ലക്ഷക്കണക്കിന് പാരാപാരം കണക്കിനുള്ള ജനങ്ങളെ സാക്ഷി നിർത്തി പ്രഗത്ഭ പണ്ഡിതനായ സുൽത്താന്റെ പ്രഥമ ഉപദേഷ്ടാവായ അദ്ദേഹം പോലും പ്രാർത്ഥിച്ചത് ഇവിടെ ലക്ഷക്കണക്കായ ആളുകൾ കേട്ടതാണ്. ഇത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പറയുന്നതും. പക്ഷേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയത് കാരണം കൊണ്ട് ദുർഇയയിലടക്കം ബാങ്ക് കൊടുത്ത മുക്രിയെ കൊലപ്പെടുത്തുകയും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ശഫാഅത്ത് ചോദിച്ചാൽ, ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ മുഖാമുഖ വേദികൾ ഇവിടെ സംഘടിപ്പിച്ചത്. സംവാദത്തിന്റെ വേദികൾ ധാരാളം സംഘടിപ്പിച്ചു. അടുത്ത ദിവസം ഞാൻ ഓർക്കുകയാണ്, ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി.
സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ച് 3ഓളം സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ പേഡിൽ പേപ്പറുകൾ കൈമാറി അവസാനം സംവാദത്തിന് വരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവിടെയും മുഖാമുഖം സംഘടിപ്പിച്ചത്. ഇതേപോലെ സംവാദത്തിനൊരു സ്റ്റേജിൽ തയ്യാറാകാനുള്ള ആണത്തവും തന്റേടവുമില്ലാതെ പിന്മാറിയപ്പോൾ മുഖാമുഖം വെച്ചോളൂ, ഞങ്ങൾ വന്ന് ചോദിക്കാമെന്ന് ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച വ്യക്തിക്കും ആ പ്രസ്ഥാനത്തിനും നട്ടെല്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ വാക്കിനോട് അല്പമെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വളരെ സൗകര്യത്തോടെ എല്ലാവിധ സുരക്ഷയും ഏറ്റെടുത്തിട്ട് ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവർ അതിന് വരികയും അവരുടെ വാദങ്ങൾ സ്ഥിരപ്പെടുത്താൻ കഴിയുമെങ്കിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആന്റെ വാക്യത്താൽ ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് പ്രാർത്ഥനാ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بالممات وتوسع الأرزاق وتشفي الأسباب والداء القامع والوباء القاطع إنك مجيب سامع. وصلى الله على خير سيدنا محمد وآله وصحبه سبحانه وسلام على المرسلين والحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له. يا عباد الله اتقوا الله حق تقاته. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. ബഹുമാനപ്പെട്ട സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, മറ്റു ശ്രോതാക്കൾ, പ്രസംഗം പരിപാടി വീക്ഷിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വന്യ അഭിവാദ്യം അർപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിലും ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, മുഖാമുഖം എന്ന് പറയുന്നത് പ്രബോധന രംഗത്ത് ഒരു പുതിയ ശൈലിയാണ്. പണ്ടൊക്കെ നടന്നു വന്നത് ഒരാൾ പ്രസംഗിക്കുക, മറ്റുള്ളവർ കേൾക്കുക, പോവുക എന്നൊരു ശൈലിയായിരുന്നു. ആ ശൈലി മാറുകയും ഇപ്പോൾ മുഖാമുഖം എന്ന് പറയുന്നത് പറയുന്ന വിഷയത്തിലും തർക്കമുള്ള വിഷയത്തിലും ആർക്കും ചോദിക്കാവുന്നതും ചോദിച്ചുകൊണ്ട് സംശയങ്ങൾ തീർക്കുവാനും അതിന് മറുപടി പറയുമ്പോൾ ഉപചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ഒരു സുന്ദരമായ വേദിയാണ് മുഖാമുഖമെന്ന് പറയുന്നത്. മുഖാമുഖം പല സ്ഥലങ്ങളിലും ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദർശവൈരികളുടെ ആവനാഴിയിലെ മുഴുവൻ അമ്പുകളും തകർത്തുകൊണ്ടാണ് മുഖാമുഖ പരിപാടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ SSFന്റെയും SYSന്റെയും സംഘാടകർ മുഖാമുഖം സംഘടിപ്പിക്കുവാനുള്ള കാരണം നിങ്ങളെല്ലാം കേട്ടതുപോലെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മുജാഹിദ് നേതാവ്, നിങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കുക, ഞങ്ങൾ വന്ന് ചോദിക്കാം, മുജാഹിദ് പറയുന്ന ആശയം കളവാണെങ്കിൽ നിങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കുക, ഞങ്ങൾ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കലൂരിലെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും
സുന്നി യുവജന സംഘത്തിന്റെയും സംഘാടകർ ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരു വിഷയം ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ആ വെല്ലുവിളി നടത്തിയ സുഹൃത്തുക്കൾ അത് ഏറ്റെടുക്കേണ്ടതാകുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ഈ മുഖാമുഖത്തിന് സുന്നികളും മറ്റുള്ള ബിദ്അഈ കക്ഷികളും തർക്കത്തിലിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് യഥേഷ്ടം ചോദിക്കാവുന്ന ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു, മുജാഹിദിന്റെ നേതാക്കന്മാരെങ്ങാനും മുഖാമുഖ പരിപാടിയിൽ ചോദിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഇതുപോലത്തെ ഒരു മുഖാമുഖ പരിപാടി സംഘടിപ്പിച്ചാൽ തീർച്ചയാണ് മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാകുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാം വാല്യം ദീൻ എന്ന് പറഞ്ഞാൽ ബലഗൻ ഇലാഹിയുൻ സായിഖുൽ ലദബിൽ ഖുൽ ബിഖ്തിയാരിഹിൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, മനുഷ്യനെ അവന്റെ ഇഹപര വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന നയിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾക്കാണ്, സംവിധാനങ്ങൾക്കാണ് ദീൻ എന്ന് പറയുന്നത്. ലോകത്ത് പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല. ആദം നബിയുടെയോ നൂഹ് നബിയുടെയോ മൂസാ നബിയുടെയോ ഇബ്രാഹിം നബിയുടെയോ ഈസാ നബിയുടെയോ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പ്രബോധനം നടത്തിയ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ മതമല്ല, അള്ളാഹുവിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രവാചകന്മാർ മുഴുവനും അതിന്റെ പ്രബോധകരും പ്രചാരകരും മാത്രമാണ്. ലോകത്ത് ഇസ്ലാം വളരെയേറെ പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവനും ഇസ്ലാമിന് പിടിവലിയാണ്. ലോകരാജ്യങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ സുന്ദരമായ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ മുജാഹിദുകൾ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്നാണ്, ഞങ്ങളാണ് യഥാർത്ഥ പാതയിൽ ജീവിക്കുന്നവരെന്ന് മുജാഹിദ് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നു, ചേകന്നൂരികൾ പറയുന്നു, ഖാദിയാനികൾ പറയുന്നു, തബ്ലീഗ് പ്രസ്ഥാനക്കാർ പറയുന്നു, തുടങ്ങിയുള്ള ബിദ്അഈ പ്രസ്ഥാനക്കാർ മുഴുവനും ഓരോ പ്രസ്ഥാനക്കാരും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് യഥാർത്ഥ മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെന്നാണ്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെന്ന് ഇവിടുത്തെ ഓരോ പ്രസ്ഥാനക്കാരും അവകാശപ്പെടുമ്പോൾ എന്റെ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ എന്തുകൊണ്ടും യഥാർത്ഥ പാത ഏതാണെന്ന് ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര വേളയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പണ്ഡിതന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. നമുക്കും തദൈവ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 5 നേരമെങ്കിലും പറയൽ നിർബന്ധമായ ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, ഞങ്ങളെ നീ മുസ്തഖീമായ ചൊവ്വായ പാതയിലേക്ക് ചേർക്കണേ, ചൊവ്വായ പാതയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന ദിവസം 5 നേരം ഒരു മുസ്ലിമിന് പറയൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സർവശക്തനും സർവേശ്വരനും സർവാധിപതിയുമായ നാഥാ, ഞങ്ങളത് ഈ മുസ്തഖീമായ പാതയിലേക്ക് നയിക്കണേ. ഏതാണ് ചൊവ്വായ പാത? ചൊവ്വായ പാത ഏതെന്ന് അല്ലാഹു തന്നെ ശേഷം വ്യക്തമാക്കുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ പാത, നീ ഗുണം ചെയ്തവരുടെ മാർഗം. നീ ആർക്കാണ് അനുഗ്രഹം ചെയ്തത് അവരുടെ പാതയാണ് യഥാർത്ഥ പാത. ആരാണ് അനുഗ്രഹം ചെയ്തവർ? അല്ലാഹു ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ.
അള്ളാഹുവിന്റെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നു, ആരെങ്കിലും അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ, റസൂലുള്ളാഹിനെ വഴിപ്പെട്ടാൽ അവൻ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെയാണവൻ. ആരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവർ? മിനൻ നബിയീന, പ്രവാചകന്മാർ, മിനൻ നബിയീന വസ്സദ്ദീഖീന, സ്വാദിഖീങ്ങള്, വസ്സുഹദാഇ വസ്സാലിഹീൻ, ദീനിന്റെ മാർഗത്തിൽ രക്ഷസാക്ഷിത്വം വഹിച്ചവരും സ്വാലിഹീങ്ങളെ സച്ചരിതരായ മഹാരഥന്മാരും അവരുടെ പാതയാണ്, അവർ സഞ്ചരിച്ച പാതയാണ് യഥാർത്ഥ പാത. യഥാർത്ഥ പാത, മുസ്തഖീമായ പാത, ചൊവ്വായ മാർഗം, പ്രവാചകന്മാർ സഞ്ചരിച്ച പാത, സഹാബാക്കൾ സഞ്ചരിച്ച പാത, മുൻഗാമികളായ മഹാനദന്മാർ അവർ സഞ്ചരിച്ച പാതയാണ് യഥാർത്ഥ പാത. ഇനി നാം പരിശോധിക്കേണ്ടത് ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അതുപോലെ തന്നെ സഹാബത്തും ശേഷമുള്ള മഹാരഥന്മാരും ആരുടെ കൂടെയാണ്? 2-3 ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് സുന്നികളും സുന്നികളല്ലാത്ത ബിദഈ പ്രസ്ഥാനക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന 2-3 വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ തർക്കത്തിലുണ്ട്. അതിൽപ്പെട്ട 2-3 ഉദാഹരണങ്ങൾ എടുക്കാം. ആ വിഷയത്തില് ഖുർആൻ ആരുടെ കൂടെയാണ്? പ്രവാചകൻ ആരുടെ കൂടെയാണ്? മുൻഗാമികൾ ആരുടെ കൂടെയാണ്? സഹാബത്ത് ആരുടെ കൂടെയാണ്? സുന്നികളുടെ കൂടെയാണോ? അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെയോ മുജാഹിദിന്റെയോ തബ്ലീഗിന്റെയോ ഖാദിയാനികളുടെയോ ചേകന്നൂരികളുടെയോ കൂടെയാണ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ 1 മാസങ്ങൾക്ക് മുമ്പ് വന്ന് പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി പ്രസംഗിച്ചത്, മരിച്ചവർ സുന്നികള് വാപ്പാനെയും ഉമ്മയിനെയും ചവിട്ടി മരിപ്പിച്ചിട്ടും എന്നിട്ടും അവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു, യാസീൻ ഓതുന്നു. ഇത് ശിർക്കാണ്, ഇത് കടുത്ത ശിർക്കാണെന്നാണ് ഇവിടെ ഒന്ന് പ്രസംഗിച്ചത്. ഈ വിഷയം എടുക്കാം. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതല്, ഖബറിങ്കൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതല്, ഈ വിഷയത്തിന് മുൻഗാമികൾ ആരുടെ കൂടെയാണ്? റസൂലുള്ളാഹി ആരുടെ കൂടെയാണ്? സഹാബത്ത് ആരുടെ കൂടെയാണ്? മുൻഗാമികളായ സച്ചരിതരായ മുഅ്മിനീങ്ങള് ആരുടെ കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഖ്റഉ അലാ മൗതാകും യാസീൻ, ഇഖ്റഉ, നിങ്ങൾ ഓതണേ, അലാ മൗതാകും, നിങ്ങളുടെ മരിച്ചവരുടെ മേല്, മരിച്ചവർക്ക് വേണ്ടി നിങ്ങളിൽ നിന്നും മരിച്ചവരുടെ മേല് യാസീൻ ഓതണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഈ ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു ഹിബ്ബാനും പറയുന്നുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹും ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണെന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതണമെന്നാണ്, യാസീൻ ഓതണമെന്നാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദിന്റെ മൗലവി പറഞ്ഞത് അത് ശിർക്കാണെന്നാണ്, അത് കുഫറാണെന്നാണ്. നാം ആരെയാണ് സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനെയാണോ സ്വീകരിക്കേണ്ടത്? അതല്ല മുജാഹിദ് ബാലുശ്ശേരിയാണോ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂല് മുജാഹിദുകൾക്ക് എതിരാണ്. ശക്തിയായ ഗളനം നടത്തുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി യാസീൻ സൂറത്ത് ഓതണേ, ഖുർആൻ ഓതണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഇനി നമുക്ക് സഹാബത്തിന്റെ പ്രവർത്തനം എടുക്കാൻ. സഹാബത്ത് ഈ വിഷയത്തിൽ ആരുടെ കൂടെയാണ്? ഇവിടത്തെ മുജാഹിദുകള് അംഗീകരിക്കുന്ന ഇബ്നു ഖയ്യിം എന്ന് പറയുന്നത് വഹാബി പണ്ഡിതനാണ്, മുജാഹിദിന്റെ പണ്ഡിതനാണ്, മുജാഹിദിന്റെ നേതാവാണ്. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ശിഷ്യനാകുന്ന ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, كانت الأنصار إذا مات لهم الميت كانوا يختلفون إلى قبره يقرؤون القرآن عنده. കാലത്തിൽ അൻസാരികളായ സഹാബത്തായിരുന്നു. ഇദാ മാതലഹുൽ മയ്യിത്തു, അവർക്കൊരാൾ മരിച്ചാല് കാനൂ യഖ്തലിഫൂന
തന്റെ ഖബറിലേക്ക് പോയി വന്നുകൊണ്ടിരുന്നു. ഇഖ്തലഫ ഇല എന്ന അറബി പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ പോയി വന്നുകൊണ്ടിരുന്നു. ഇഖ്തലഫ ഫീഹി എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമായെന്നാണ്. ഇഖ്തലഫ ഇല എന്ന് പറഞ്ഞാൽ പോയി വന്നുകൊണ്ടിരുന്നു. അൻസാരികളായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാല് ആ മരിച്ച വ്യക്തിയുടെ ഖബറിങ്കലേക്ക് സഹാബത്ത് പോയി വന്നുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? യഖ്റഊനൽ ഖുർആന ഇൻദഹു, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി. ആ ഖബറിന്റെ അടുത്ത് വെച്ച്, മരിച്ച വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി പോയി വന്നുകൊണ്ടിരുന്നു. സഹാബത്ത് പോയി വന്നുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഖുർആൻ മരിച്ച സഹാബിയുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി പോയി വരൽ പതിവായിരുന്നു. ഇത് പറയുന്നത് മുജാഹിദിന്റെ നേതാവാകുന്ന ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹിലാണ് പറയുന്നത്. റൂഹിന്റെ 10-ാം പേജിൽ ഈ വിഷയം, ഈ ഞാൻ പറഞ്ഞതായ ഹദീസ് കാണാവുന്ന ഈ ഹദീസ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് സുദൂർ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അൽ ഹാദിയിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച മുജാഹിദിന്റെ മൗലവി പറഞ്ഞത് മരിച്ചവരുടെ ഖബറിങ്കല് ഖുർആൻ ഓതൽ ശിർക്കാണെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖുർആൻ ഓതണമെന്നാണ്. സഹാബത്ത് ഓതിയിട്ടുണ്ട്, സഹാബത്തിന്റെ പതിവ് ഓതലായിരുന്നു. മാത്രമല്ല, ഇനി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാമിന്റെ അദ്ദുറുൽ മൻസൂർ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 21-ാമത്തെ പേജിലും, മിർഖാത്ത് 2-ാം വാല്യം 331-ാമത്തെ പേജിലും കാണാം. സലഫു സാലിഹീങ്ങള്, സഹാബത്ത്, താബീങ്ങള്, താബീങ്ങള് അവരുടെ ഖബറിങ്കല് ഓതാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു. അവർ മരിക്കുന്ന സമയത്ത് എന്റെ ഖബറിങ്കല്, ഞങ്ങളുടെ ഖബറിങ്കല് നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് സഹാബത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്, താബീങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായി ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. എന്നിട്ട് പോലും മുജാഹിദിന്റെ മൗലവിമാര് പറയുന്നത് ശിർക്കാണെന്നാണ്. ശിർക്കിന്റെ, കുഫറിന്റെ മുഴുവൻ ഹോൾസെയിൽ ഏറ്റെടുത്തിരിക്കുന്ന സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുഹീദ് ശേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ 4 വട്ടം കാഫറാകുമെന്നാണ് മുജാഹിദ് പറയുന്നത്. കുഫറിന്റെയും ശിർക്കിന്റെയും മുഴുവൻ ഹോൾസെയിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയുമോ, ഇവിടത്തെ മുജാഹിദുകളുടെ നേതാവാകുന്ന അവർ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ ഖബറിങ്കൽ ഖുർആൻ ഓതിയിരുന്നു. ഇബ്നു കസീർ പറയുന്നു, അൽ ബിദായത്തു വന്നിഹായ, ഇബ്നു കസീറിന്റെ ചരിത്ര ഗ്രന്ഥമാകുന്ന അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 4-ാം വാല്യം 173-ാമത്തെ പേജില് ഇബ്നു കസീർ പറയുന്നു, ഞാൻ ഇബ്നു തൈമിയ്യക്ക് വേണ്ടി ഒരുപാട് ഖത്മ തീർത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു കസീർ. ആർക്ക് വേണ്ടി? ഇബ്നു തൈമിയ്യ. ആരാ ഇബ്നു തൈമിയ്യ? ഇവരുടെ നേതാവാണ്, ഇവരുടെ ആധികാരിക നേതാവാകുന്ന, ഇവര് നല്ല ശൈഖുൽ ഇസ്ലാം എന്ന് പുകഴ്ത്തി പറയുന്ന, വാനോളം പുകഴ്ത്തി പറയുന്ന ഇബ്നു തൈമിയ്യക്ക് വേണ്ടി ഇബ്നു കസീർ ഒരുപാട് ഖത്ം ഖുർആൻ ഓതി തീർക്കലുണ്ട്. ഖത്തംതു ലഹു ഖതമാത്തിൻ കസീറ വതറദ്ദദ الناس الى قبره اياما كثيرا ليلا ونهارا يبيتون عنده ويصبحون. ജനങ്ങള് ഇബ്നു തൈമിയ്യയുടെ ഖബറിന്റെ അടുക്കൽ താമസിക്കലുണ്ടായിരുന്നു. രാത്രി താമസിച്ചുകൊണ്ട് ഖുർആൻ ഓതലുണ്ടായിരുന്നു, ഇസ്തിഗാസ നടത്തലുണ്ടായിരുന്നു, സിയാറത്ത് ചെയ്തിരുന്നു. മുജാഹിദുകളുടെ മൂത്ത നേതാവാകുന്ന ഇബ്നു തൈമിയ്യയുടെ ഖബറിങ്കിൽ തന്നെ ഖുർആൻ ഓതിയിട്ടുണ്ട്. മുജാഹിദ് പ്രവർത്തകരെ സത്യമായി മനസ്സിലാക്കുക, യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് ഏതെങ്കിലും ഓഫീസിൽ പണയം വെക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തില് മരിച്ചവരുടെ ഖബറിങ്കല് ഖുർആൻ ഓതുന്ന വിഷയത്തില് അല്ലാഹുവിന്റെ റസൂൽ സുന്നികളുടെ കൂടെയാണ്, സഹാബത്തും സുന്നികളുടെ കൂടെയാണ്. ഇനി മുൻഗാമികളെ